ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു 10 മണിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴേ റംസാൻ്റെ ഓഫറായിട്ട് 25 വെറൈറ്റി 200 രൂപ, പിന്നെ അഡീഷണലായിട്ട് കൊറിയർ ചാർജും. ഇതിങ്ങനെയാണ് ഈ റംസാൻ ഓഫറായിട്ട് കൊടുക്കുന്നത്. കൊറിയർ ചെയ്യുന്ന DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ്. DTDC ഇപ്പോൾ എല്ലായിടത്തും ഹോം ഡെലിവറി ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഹോം ഡെലിവറി ആവശ്യമുള്ളൊരു സ്പീഡ് പോസ്റ്റ് എടുത്താൽ അത് വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കും. പക്ഷേ DTDC ആണ് കുറച്ചുകൂടെ വേഗം എത്തുന്നത്. സ്പീഡ് പോസ്റ്റ് സ്വല്പം ഡിലേ ഉണ്ടാവും. പേയ്മെൻറ്റ് മോഡ് GPay വഴിയാണ്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഇതിൽ കാണിക്കുന്ന കളേഴ്സൊക്കെ തന്നെ ആയിരിക്കും കൊറിയറായിട്ട് അയക്കുന്നത്. ഇപ്പോഴേ റംസാൻ പ്രമാണിച്ചുള്ള ഓഫർ സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ആഴ്ചയൊക്കെ ആയിരിക്കും ആ സെയിൽ. ആ സമയത്ത് ഓർഡർ ചെയ്യുന്നവർക്ക് ഈ രീതിയിലായിരിക്കും സെയിൽ ചെയ്യുന്നത്. പിന്നെ സെപ്പറേറ്റ് ടാഗ് ചെയ്യണമെന്നുള്ളവർ അത് പറയേണ്ടതാണ്. സെപ്പറേറ്റ് ടാഗ് ചെയ്തല്ല എല്ലാവർക്കും അയക്കുന്നത്. ഇപ്പോഴേ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കായാലും വെക്കേഷൻ ആയല്ലോ, അവർക്കും ഇത് ഈസി ആയിട്ട് വളർത്താവുന്നതാണ്. പോട്ടി മിക്സൊക്കെ നമ്മുടെ പറമ്പിലെ മണ്ണും കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, ഇതിൻ്റെയൊക്കെ ആവശ്യമേ. പിന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡ്, ഫോൺ നമ്പർ ഒക്കെ കറക്റ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ മെസ്സേജ് തന്നാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ പലരുടെയും സംശയമാണ്, ഇത് റൂട്ടഡ് ആയിട്ടാണോ അയച്ചു തരുന്നത്. ഇത് കട്ടിങ്സ് ആണ്. 10 മണി വളരെ പെട്ടെന്നാണ് വേര് പിടിക്കുന്നത്. കട്ടിങ്സ് കൊണ്ട് തന്നെ എളുപ്പം വളരുന്ന പ്ലാന്റാണ് 10 മണി. അതുകൊണ്ട് റൂട്ടഡ് പ്ലാന്റ്സ് അല്ല സെയിൽ ചെയ്യുന്നത്, കട്ടിങ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. കേരളത്തിനകത്ത് എവിടെ ഓർഡർ ചെയ്താലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ പ്ലാന്റ് അഡ്രസ്സിൽ എത്തുന്നതായിരിക്കും. പിന്നെ കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പോഴാണ് ഒരു 4 ദിവസമൊക്കെ എടുക്കുന്നത്. ചെന്നൈ ആയാലും ബാംഗ്ലൂരൊക്കെ 4-5 ദിവസം എടുക്കും. 10 മണിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ളിടത്തെ ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ, പൂ പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇലച്ചിൽ മാത്രമായിട്ട് അങ്ങും ഇങ്ങുമൊക്കെ പൂ പിടിച്ച് മാത്രമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് 10 മണി വളർത്തുമ്പോൾ നല്ല വെയിലുള്ളിടത്ത് ടെറസിലോ പറമ്പിലോ ഒക്കെ വെക്കാൻ ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് ഇതിന് ഫംഗിസൈഡൊക്കെ ഒന്ന് കൊടുക്കണം. എന്തെങ്കിലും ഈ മീലി ബഗ്സ് ഒക്കെ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള മരുന്നുമൊക്കെ അടിച്ചു കൊടുക്കണം. വീഡിയോ കാണുന്നവരെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിൽ അയച്ചു തരുന്നതായിരിക്കും. വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഏതൊക്കെ കളേഴ്സാണ് ഞാൻ അയക്കുന്ന 10 മണികളുടെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കളേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാൻസ് ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.